കേരളത്തിലെ ജലമേളകളിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന സർവ്വദേശീയ പ്രശസ്തിയാർജിച്ച നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ പട്ടണത്തിന് തൊട്ടുകിഴക്ക് പ്രശാന്തസുന്ദരമായ പുന്നമടക്കായലിലാണ് വർഷം തോറും ഏറ്റവും വലിയ ജലമാമാങ്കം നടക്കുന്നത്. പുന്നമടക്കായലിൽ നിന്നും ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോട് കൂടിയ വെള്ളിക്കപ്പ് നേടാനുള്ള ഒരുക്കത്തിലാണ് വിവിധ ചുണ്ടൻ വള്ളങ്ങൾ. കഴിഞ്ഞ വർഷം ജലമേളയിൽ പങ്കെടുത്ത 21 ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം മത്സരിക്കാൻ 2 പുതിയ ചുണ്ടൻ വള്ളങ്ങൾ കൂടെ എത്തുകയാണ്. നിരണം ചുണ്ടൻ വള്ളവും ആർപ്പൂക്കര ചുണ്ടൻ വള്ളവും. അതിന്റെ നിർമ്മാണ സ്ഥലത്തേക്ക് പോകാം. ഇതിപ്പം ഞങ്ങൾ പണിയുന്ന വള്ളം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ ആർപ്പൂക്കര ചുണ്ടനാണ്. അത് കോഴിമുക്ക് സാബു നാരായണൻ ആശാരിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങളിവിടെ പണിയുന്നത്. ഞങ്ങളിപ്പോൾ തടി പണിക്കാർ 5 ആളും ഒരു ഇരുമ്പ് പണിക്കാരനുമുണ്ട്. ആഞ്ഞിലിത്തടി കൊണ്ട് മാത്രമാണ് കളിവെള്ളം പണിയാറുള്ളത്. ഒന്നാമത് ബെയ്റ്റ് കുറവ്, വെള്ളത്തിലിറങ്ങിയാൽ വെള്ളം പിടിക്കാറില്ല. തുടക്കം അച്ചുപണിയാണ്. അതിൻ്റെ മട്ടം പുള്ളിയുടെ കണക്കനുസരിച്ച് ഞങ്ങൾക്ക് കാർഡ്ബോർഡിൽ എടുത്തു തരും. അപ്പോൾ ആദ്യത്തെ അച്ച് പുള്ളി വരച്ച് കാണിച്ചു തരും. അതിട്ട് ഞങ്ങൾ മൊത്തം വരയ്ക്കുക. വണ്ണം ഇത്. അതിനേക്കാൾ മുന്നേ വേറൊരു കാര്യമുണ്ട്. കളപ്പലക എന്നും പറഞ്ഞൊരു ഇതുണ്ട്. വള്ളത്തിൻ്റെ യഥാർത്ഥ കണക്ക് ആ കളപ്പലകയിൽ അച്ച് ഭാവിച്ചിട്ടിട്ട് അതിൻ്റെ വട്ടവും ചുണ്ടിൻ്റെ വട്ടവും അമരത്തിൻ്റെ വട്ടവും എല്ലാം അതിലെടുത്ത് അംശിക്കുകയാണ്. അത് അംശിച്ച് അതിൻ്റെ വട്ടം ഞങ്ങൾ ഈ സെൻറ്റർ അച്ചേന്ന് താഴോട്ട് വരുംതോറും വട്ടം കണ്ടില്ലേ, ഇത് തിരിച്ച് നേരെ വയ്ക്കുമ്പോൾ ഈ വട്ടം തിരിഞ്ഞ് മേളോട്ട് നീക്കും. അപ്പോൾ അതാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ കയറ്റം. അപ്പോൾ അങ്ങനെ അതിൻ്റെ രീതി. ചുണ്ടൻ വള്ളത്തിൻ്റെ കണക്കെന്ന് പറയുമ്പം നീളത്തിന് 8 അംശിക്കും. 8 അംശിച്ചിട്ട് അതിൻ്റെ അനുസരിച്ച് ഈ തടിയുടെ നീളം അനുസരിച്ച് അച്ചു വീഴണം, അതും അംശിക്കും. അങ്ങനെ ഇതിന് ഒരുപാട് കണക്കൂട്ടലൊക്കെ ഉണ്ട്. തടിയുടെ നീളം കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് അച്ചിൻ്റെ ഈ തലയ്ക്ക് വന്ന് വീഴണം. നിൽക്കുന്നില്ലേ, ആ തലയ്ക്കൊരു ബോൾട്ട് നമുക്ക് ഈ അച്ചുമായിട്ട് വീഴണം, എന്നാലേ അതിന് ബലമുള്ള. അങ്ങനെ നീളത്തിൻ്റെ അനുസരിച്ചൊക്കെയാണ് അച്ച് മാറ്റിയിടും. അത് അച്ച് സെൻറ്റർ അച്ച് നമസ്തേ എന്നും പറഞ്ഞ് എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കാരോടും പ്രസിഡൻറ്റ് സെക്രട്ടറിയോടും ഒക്കെ പറഞ്ഞിട്ട്, പിന്നെ ഞങ്ങളുടെ മെയിൻ ആശാരി ഉണ്ടെങ്കിൽ പുള്ളിയും കൂടെ പിടിച്ചങ്ങോട്ട് അച്ചെടുത്ത് തരും. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു. വള്ളംപണി പ്രത്യേകം പഠിക്കുക തന്നെ വേണം. അത് പഠിച്ച് നമ്മൾ ഫർണിച്ചർ പണിക്കാർ, പെൻറ്റാസ്റ്റിക് ഫർണിച്ചർ പണിക്കാരും പെരപണിക്കാരും ഉണ്ട്. എന്നാലും ശരി, വള്ളംപണി രംഗത്ത് വരുമ്പോൾ അതിനും ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം തന്നെ കാണുന്നില്ല, ഞങ്ങളിത് തിരിക്കിട്ട് വളച്ച് തിരിച്ചൊക്കെ കൊണ്ടുവരുന്നത്. അതിന് ഞങ്ങൾ മയ്യം എന്ന് പറയും. മയ്യം നൂലിട്ട് കെട്ടി തൂക്കിട്ട് നോക്കി അപ്പുറം ഇപ്പുറം കറക്റ്റായിട്ട് നോക്കും. അതിന് സെൻറ്ററിലൊരു വര വരയ്ക്കും. അപ്പോൾ വരച്ചാൽ അപ്പുറം ഇപ്പുറം ഒരുപോലെ ആയിരിക്കും. പിന്നെ പുറം അടിക്കുക എന്ന് പറയുന്നത് മട്ട വിട്ട് അടിക്കത്തില്ല, പുറം അപ്പുറം ഇപ്പുറം ഒരുപോലെ ആയിരിക്കും. പിന്നെ ചുണ്ടുവണ്ണത്തിനേക്കാൾ വണ്ണം കൂടുതലായിരിക്കും അമരത്തോട്ടി ചെല്ലുമ്പോൾ. അത് പങ്കായക്കാരൻ്റെ നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്ത് വെള്ളപ്പിടിപ്പെന്നും പറഞ്ഞൊരു അച്ചിടും. അത് മുൻവശത്തു നിന്ന് നേരെ പുറന്നോട്ട് പോകുമ്പോൾ സെൻറ്റർ വന്ന് ആ സെൻറ്ററിൽ അച്ചയിൽ നിന്നാണ് എല്ലാ പണിയും മുന്നോട്ടും പുറകോട്ടും പോകുന്നത്. അതിൻ്റെ ബാക്കിലോട്ട് ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പിടുത്തത്തിന് ഒരു അച്ചിടും. ആ അച്ച് പങ്കായക്കാരൻ കുത്തി എറിയുമ്പോൾ അമരം താഴോട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് കറക്റ്റ് ലെവലിൽ ചെയ്യണം. അത് കനം വെച്ചിട്ട് അതിനേക്കാൾ കനം വെച്ച് നോക്കിയാൽ തന്നെ പുറത്തൊരു മട്ട ഇടും. ഞങ്ങൾ ഒരു വശം അടിച്ചിട്ട് ആ മട്ട എടുത്ത് തിരിച്ചപ്പുറത്തിടും. അതിലാണ് വള്ളം ലെവലായിട്ട് നിൽക്കുന്നത്. കനം രണ്ടും ഒരുപോലെ എവിടെയും വയ്ക്കത്തുള്ളൂ. വള്ളത്തിൻ്റെ നേരെ സെൻറ്ററിൽ വരുന്ന പലകയ്ക്ക് ഏരാവെന്ന് പറയും, സൈഡിൽ വരുന്നത് മാതാവ്. പിന്നെ വള്ളം തിരിച്ചു വെച്ച് നമ്മൾ പണിയുമ്പോൾ വങ്ക്, സെൻറ്റർ വങ്ക്, തലയ്ക്കോട്ടുള്ള വങ്ക്, ചുണ്ടത്തോട്ടുള്ള വങ്ക് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മണിക്കാൽ വേറെ പണിതിലും. മണിക്കാൽ എല്ലാം തറച്ച് കഴിയും, പടിയിടും. പൊക്കമെല്ലാം തീർത്തിട്ട് പടിയിട്ട് എല്ലാം കണ്ടീഷനാക്കി കൊടുക്കും. കൂട്ടിച്ചെത്തി നല്ല പ്ലെയിൻ ചെയ്ത് സാൻഡർ ചെയ്ത് കൊടുക്കും. ഇത് ഇപ്പം തുടങ്ങിയിട്ട് 1.5 മാസം കഴിഞ്ഞ് ഏകദേശം ആളിൻ്റെ കൂടുതൽ കുറവനുസരിച്ചാണ് പണി തീരുന്നതും താമസിക്കുന്നതും. ഇനിയിപ്പോൾ കൂടുതൽ ആൾ വന്നാൽ നല്ല രീതിയിൽ പണി നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 8 മാസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. അടിഭാഗത്ത് ഈ ഏരാവിൻ്റെ ഈ ഇതെന്ന് പറയുന്നത് ഇതിന് കണക്കുണ്ട്. ഒരേ അച്ഛനും വണ്ണം അനുസരിച്ച് അത് ഭാഗിച്ചിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് കുറവും കൂടുതലൊന്നും വരത്തില്ല. പിന്നെ തലയ്ക്കോട്ടി ചെല്ലുമ്പോൾ അടിഭാഗത്ത് വീതി കുറച്ചേ ഇടത്തുള്ളൂ. വീതി വെള്ളം ചെറഞ്ഞിങ്ങനെ പോകാൻ വേണ്ടി വീതി കുറച്ചേ ഇടത്തുള്ളൂ. ഈ
ഏരാവിൻ്റെ ഇതിന് ഇട്ടിരിക്കുന്നത് അംശിച്ച് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അച്ഛൻ്റെ ഈ വീതി നോക്കിയിട്ട് 4-1 5-1 പറഞ്ഞിടുന്നത്. ഈ വെള്ളം ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എവിടെ ആര് ചെയ്താലും കവിഴ്ത്തിയിട്ട് ആദ്യം പണി ചെയ്യാൻ പറ്റത്തില്ല. അത് ആദ്യം സെൻറ്ററിലെ ഈ മാതാവ് പിടിപ്പിക്കും. പിന്നെ ഇപ്പം ഞങ്ങൾ പണിയുന്ന രീതിയിൽ അതിൻ്റെ ബാക്കിയുള്ള പീസ് ആ ജോയിൻ്റ് അതിന് കൈത്തലയെന്ന് പറയും. ആ കൈത്തലയെ കൊള്ളിച്ച് ഈ അച്ചുമായിട്ട് ബോൾട്ട് ചെയ്യും. അച്ചുമായിട്ട് ബോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ ഏരാവ് പണിത് അത് തറച്ച് എല്ലാം കണ്ടീഷനാക്കി കൂട്ടിച്ചെത്തും. ഇതിന് കണക്കുണ്ട്, ഇതിൻ്റെ പൊക്കം വയ്ക്കുന്നതിന്. അതിന് ഒരു മുട്ടുതോതെന്ന് പറയും. യഥാർത്ഥ കണക്ക് അതിൻ്റെ ഉള്ളിലെ പൊക്കം കഴിഞ്ഞിട്ട് പലയക്കനം മേളോട്ടിടും. ഇട്ടിട്ട് അത് വെച്ച് കുറിച്ച് വരച്ച് തീർത്ത് പ്ലെയിൻ ചെയ്ത് കണ്ടീഷനാക്കി കൊടുക്കും. 128 അടി നീളം, 41 പടി. പിന്നെ ആളിരിക്കുന്നതെന്ന് പറയുന്നത് ടീമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതിൻ്റെ അനുസരിച്ച് അവർ ഈ പുറന്നോട്ടും മുമ്പോട്ടൊക്കെ കയറ്റിയിരുത്തും. പടി നേരെ വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ സൈഡെല്ലാം കനം എല്ലാം ചെത്തി അകം കൂടെ വൃത്തിയാക്കിയിട്ടേ പടിയിടത്തുള്ളൂ. മണിക്കാൽ തറച്ച് കഴിഞ്ഞ് പടിയിടുക. അതിന് മുന്നേ പടി പണിത് വേണമെങ്കിൽ മാറ്റിയിടാം. എത്ര തടി പോയി നോക്കിയാലും ശരി, നമുക്ക് പണിക്ക് ഉതകുന്ന തടിയെ നമ്മുടെ ഹെഡ് മേച്ചരി എടുക്കത്തുള്ളൂ. അല്ലാതെ കാണുന്ന തടി പോയി പെട്ടെന്ന് എടുക്കത്തില്ല. അതിൻ്റെ വണ്ണവും നോക്കും. വണ്ണം നോക്കിയിട്ട് നമ്മുടെ പലകയുടെ വീതി നോക്കും, എത്ര വീതി. അത് കഴിഞ്ഞ് വണ്ണം കൂടുതൽ കിട്ടിയാലേ വെള്ള കളഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് വെള്ളം വയ്ക്കാൻ പാടില്ല, വെള്ളം കളഞ്ഞെടുക്കത്തുള്ളൂ. അപ്പോൾ അത്ര വണ്ണമുള്ള തടി എടുക്കണം. തടി നേരം നോക്കി നല്ല സമയം നോക്കി തടി വെട്ടുന്ന ആൾക്കാരെ ആദ്യം തന്നെ പറയും. പിന്നെ പൊക്കത്തിൽ നിൽക്കുന്ന തടിയാണെങ്കിൽ അടിച്ച് താഴെ വീഴാതെ തൂക്കി ഇറക്കും. വള്ളത്തിന് സ്പീഡ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, പണി തുടങ്ങുമ്പോൾ അതിൻ്റെ വള്ളക്കാരോട് നമ്മൾ അവരൊരു അഭിപ്രായം പറയും. ആ രീതിയിലാണ് വള്ളം പണിത് കൊടുക്കുന്നത്. അവർക്ക് ഇച്ചിരി ഒതുക്കം വേണം, അല്ലെങ്കിൽ ചിലർ പറയും അടി ഇച്ചിരി നിരത്തി പണിയണം എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ പണിത് കൊടുക്കും. വള്ളം പണി ചെയ്യുന്ന ആ പെരയ്ക്ക് പറയുന്നതാണ് മാലിപ്പര എന്ന്. ആ മാലിപ്പരയിൽ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാനോ മറ്റ് പരിപാടിയൊന്നും മദ്യപാനോ മറ്റൊന്നും പറ്റത്തില്ല. പുറത്തുനിന്ന് വരുന്നവരോട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചെരുപ്പിട്ടകത്ത് കയറരുത്. അങ്ങനെ ചില രീതികളൊക്കെ ഇതിനുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം വളരെ ഭക്തിയോട് കൂടിയ വരുത്തുള്ളൂ. നേരണം പുണ്യാളൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പം 4-5 ആൾക്കാർ പണിയുന്നുണ്ട്. 2 ഇരുമ്പ് പണിക്കാരും ഉണ്ട് തറ പണിയുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഇപ്പം ഏകദേശം 3/4 ഭാഗത്തോളം പണി കഴിഞ്ഞിരിക്കും. പണി പെട്ടെന്ന് തീരും. അത് നല്ല രീതിയിൽ അവിടെയും പണി നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരും ഞങ്ങളോട് നല്ല സമീപനമാണ്, നല്ല സ്നേഹമുള്ള പാർട്ടികളാണ് അവരെല്ലാം.